കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുക പടർന്നതിന് പിന്നാലെ 4 പേർ മരിച്ച സംഭവത്തിൽ അവ്യക്തത തുടരുന്നു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. ആശുപത്രിയിൽ ഇപ്പോഴും വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടില്ല. വിഷയം ചർച്ച ചെയ്യാൻ 10:30 മെഡിക്കൽ ബോർഡിന്റെ യോഗം ചേരും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇന്നലെ UPS ഭാഗത്തിൽ പുക ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ തന്നെ അവിടെയുള്ള രോഗികളെ മാറ്റുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് 4 പേർ മരിച്ച സംഭവത്തിൽ വ്യക്തത തുടരുകയാണ്. എന്നാൽ ഈ ആശുപത്രി അധികൃതർ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഈ ഒരു പുക ഉയർന്നതുമായി ബന്ധപ്പെട്ട് 4 പേർ മരിച്ചു എന്നുള്ള വാർത്തകൾ ഔദ്യോഗികമായി മെഡിക്കൽ സംഘം സ്ഥിരീകരിച്ചിരിക്കുന്നു. പക്ഷേ പുക ഉയർന്നതിന്റെ ഭാഗമായിട്ടാണ് മരണം എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ വ്യക്തത വന്നിട്ടില്ല. മരിച്ച 4 രോഗികളും നേരത്തെ ഗുരുതരാവസ്ഥയിലായിരുന്നു. അതിൽ 2 പേരും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വന്നവരാണ്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് മെഡിക്കൽ വിഭാഗം പറയുന്നത്. ഇതിൽ കൂടുതൽ വ്യക്തതകളെല്ലാം വരേണ്ടതുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിന ചേരുന്നുണ്ട്. അഭിന, ഇന്നലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ള പുക ഉയർന്നതിനെ തുടർന്ന് മരണം സ്ഥിരീകരിച്ചതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ രോഗികളുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം സമഗ്രമായി നടക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. കുടുംബങ്ങളടക്കം ഈ ആരോപണവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും വൃന്ദ, അത് തന്നെയാണ് നേരത്തെ കോൺഗ്രസ് ആരോപിച്ചിരുന്നത്. അത് തന്നെയാണ്, അതായത് ഈ അപകടം, ഈ ഇത്തരത്തിലൊരു പുക അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടായതിനു ശേഷം വലിയ രീതിയിൽ പുക ഈ അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ പുക വരുന്നതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ വെന്റിലേറ്ററിലുള്ള ആളുകളെ വെന്റിലേറ്റർ ഓഫ് ചെയ്യും, അതുപോലെ തന്നെ ഓക്സിജൻ അടക്കമുള്ളവയുടെ ലഭ്യത കുറയ്ക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഈ ഒരു രോഗികൾ മരിക്കാനിടയുണ്ടായത് എന്നുള്ളതാണ് കോൺഗ്രസ് അനുഭാവികളെല്ലാം പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ 4 മൃതദേഹങ്ങൾ ഈ കോൺഗ്രസ് അനുഭാവികളാണ് ഇത്തരത്തിൽ മാറ്റിയത്, മോർച്ചറിയിലേക്ക് മാറ്റിയത് തുടങ്ങിയ ഒരു ആരോപണം ഇന്നലെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ ഇതിനെതിരെ പ്രതിഷേധിക്കും എന്നുള്ളതും കോൺഗ്രസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമഗ്രമായ ഒരു അന്വേഷണം സംഭവത്തിൽ വേണം. എന്തുകൊണ്ട് ഈ ആശുപത്രി അധികൃതർ ഈ ഒരു സംഭവം മറച്ചുവെച്ചു തുടങ്ങിയവയിലെല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു കുടുംബം നമ്മളോടൊപ്പം ചേരുകയും ചെയ്യുന്നുണ്ട്. ചേട്ടാ, ശരിക്കും എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഒന്ന് പറയാമോ? എന്താണ് സംഭവിച്ചത്? കൃത്യമായിട്ട് പറയണമെങ്കിലേ അവർക്ക് ഞാൻ ഉണ്ടായിട്ട് നിൽക്കട്ടെ, അവർ വരട്ടെ ഒറ്റ സെക്കൻഡ്. തീർച്ചയായും ഈ കുടുംബം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പ്രതികരിക്കും എന്നുള്ളത്. വൃന്ദ, ചേട്ടാ, എന്താണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത്? അതായത് ഈ വയനാട് വിംസ് നിന്നാണ് നമ്മളെ ഈ നസീറായ ഇങ്ങോട്ട് മെഡിക്കൽ കോളേജിൽ മിനിഞ്ഞാന്ന് രാത്രിയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇവിടെ വന്നു ഈ വെന്റിലേറ്റർ സഹായത്തിൽ റിക്കവറായി വരികയായിരുന്നു. ഡോക്ടർ നമുക്ക് പ്രതീക്ഷകൾ നൽകിയിരുന്നു, മരുന്നൊക്കെ വാങ്ങിക്കൊടുത്ത് റിക്കവറായി വരുന്നുണ്ടോ എന്ന് ഡോക്ടർ നമ്മളോട് പറഞ്ഞതായിരുന്നു. ഇങ്ങനെയുള്ള ഓരോരോ സമയത്താണ് ഇന്നലെ ഒരു രാത്രി ഒരു 7:30 സമയത്ത് ചെറിയൊരു മഴ പെയ്യുകയും മിന്നലൊക്കെ വരികയും അങ്ങനെ ഈ വെന്റിലേറ്ററിൻ്റെ ഉള്ളിൽ ICU വെന്റിലേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് പുക ഉയർന്ന ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഈ വെന്റിലേറ്റർ സഹായത്തോടു കൂടിയുള്ള രോഗികളുണ്ടായിരുന്നു. ഈ രോഗികളെ പുറത്തേക്ക് മാറ്റാനും പുറത്തുനിന്ന് ICUയിലേക്ക് മാറ്റാനും വന്ന ആ ഒരു കാലതാമസം, അതാണ് ഈ നസീറയുടെ വേറെ 3 പേരും മരണപ്പെട്ടു എന്നാണ് നമ്മൾ കേട്ടത്. ഇവരുടെ മരണത്തിന് കാരണമായത് ഈ ഒരു സംഭവമാണ്. അതിന് ഒരുപാട് തടസ്സങ്ങൾ, ഇപ്പോൾ ഈ രോഗിയെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള റാമ്പ് അവിടെ വർക്കബിൾ അല്ലായിരുന്നു, ക്ലോസ്ഡ് ആയിരുന്നു. സ്റ്റെയറിലൂടെയാണ് ഈ വീൽ ചെയറൊക്കെ താങ്ങി പിടിച്ച് ആളുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. എമർജൻസി ഡോർ ക്ലോസ് ആയിരുന്നു, അത് ചവിട്ടി പൊളിച്ച് ഉള്ളിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ പുറത്തൊരു 15 മിനിറ്റോളം ഇവരെ നിർത്തുകയാണ്. ഇവർ ഷിഫ്റ്റ് ചെയ്യാൻ അവർ 15 മിനിറ്റ് പുറത്തും ഈ ചാറ്റൽ മഴയിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ടോട്ടൽ ഒരു അരമണിക്കൂർ ഈ വെന്റിലേറ്ററിൽ കഴിയേണ്ട അല്ലെങ്കിൽ ആ ഒരു സഹായം കിട്ടേണ്ട രോഗിക്ക് അരമണിക്കൂറോളം ഈ വെന്റിലേറ്റർ സഹായമില്ലാതെ പുറത്ത് നിൽക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. മറ്റ് ആശുപത്രിയിലേക്ക് ആ സമയത്ത് അങ്ങനെ മാറ്റിയിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ മാറ്റിയിട്ടുണ്ട്. പക്ഷേ അതിന് വന്ന ഇവിടെയുള്ള ഈ കുറവുകൾ എന്ന് പറഞ്ഞാൽ ഈ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഉണ്ടായ ഒരു താമസം, അതിൻ്റെ സൗകര്യങ്ങൾ സർക്കാർ ചെയ്യേണ്ടതാണല്ലോ. അത് നിലവിൽ ആ സൗകര്യങ്ങളില്ലായിരുന്നു.
എമർജൻസി ഡോറ് ക്ലോസ് ചെയ്തിട്ടൊക്കെയായിരുന്നു. അതുകൊണ്ട് അത് ചവിട്ടി പൊളിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ വീൽ ചെയർ കൊണ്ടുവരാനുള്ള റാമ്പ് വേണമല്ലോ, റാമ്പ് അവിടെ ഇല്ലായിരുന്നു, ക്ലോസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു താമസം യഥാർത്ഥത്തിൽ അത് മരണകാരണമായിട്ടുണ്ട്. ഈ ഒരു താമസം സർക്കാർ അവിടെ നഴ്സുമാരും ഡോക്ടർമാരും ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ വേണ്ട സൗകര്യങ്ങളാണ് ഇതിനൊരു തടസ്സമായിട്ടുണ്ടായത്. എന്താ അസുഖത്തിനായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു? അവർ നസീറയുടെ ഹസ്ബൻഡ് ഒരു 7 മാസം മുമ്പ് പെട്ടെന്ന് അറ്റാക്കായി മരിച്ചതാണ്. അപ്പം അതിനുശേഷം ഇവർക്ക് മാനസികമായിട്ട് വളരെ പ്രയാസമാണ്, ടെൻഷനാണ്, ഓവർ ടെൻഷനാണ്. അപ്പോൾ ആ ടെൻഷൻ ഓവറാകുമ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഒരു ടെൻഡൻസി, എൻ്റെ ഭർത്താവ് പോയതുകൊണ്ട് ഞാനും ഇനി ആ വഴിക്ക് പോവുകയാണ് എന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ പോവുകയാണെന്ന് ഇവർ മക്കളോടൊക്കെ പറയാറുണ്ടായിരുന്നു. അങ്ങനെ മാനസിക സമ്മർദ്ദം ആണ് ഇവരെ ഒരു പോയിസൺ എടുത്ത് ആത്മഹത്യ ഒരു ചിന്ത. അങ്ങനെ ആണ് നമ്മൾ വയനാട് വിംസിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ഈ ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കിട്ടില്ല, ഇവർക്ക് ആരുമില്ല. അപ്പോൾ വാപ്പ നേരത്തെ മരിച്ചു, ഉമ്മ ഈ ഒരു 3 മക്കളിൽ 2 ആൾ പഠിക്കുകയാണ്. ആശുപത്രിയിൽ എന്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്? ഈ ശബ്ദമായിരുന്നു അല്ലെങ്കിൽ പുക ഉയർന്നതാണോ ആദ്യം കണ്ടത്? എന്തായിരുന്നു ഉണ്ടായിരുന്നത്? വലിയൊരു ശബ്ദം, പൊട്ടിത്തെറിയാണ്. ആ ശബ്ദത്തിന് ശേഷമാണ് പിന്നെ പുക ഉയരുന്നത്. ഞങ്ങളത് പുറത്താണ് ഉണ്ടായത്. എന്നിട്ട് പുറത്തുള്ള ആളുകൾ ആണ് ഈ ഡോറൊക്കെ ചവിട്ടി പൊളിച്ചിട്ട് ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു വലിയൊരു പുക ഉയരുന്ന സമയത്ത് അത് നഴ്സുമാർക്ക് പോലും അസ്വസ്ഥത ഉണ്ടായി. 2 പേര് നഴ്സുമാർ കുഴഞ്ഞ് വീണ്. ഇവർക്ക് പുക അവർക്ക് അതൊരു കാരണം ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിലുപരി ഈ അരമണിക്കൂർ വന്ന ഡീലേ, ഈ വെന്റിലേഷൻ്റെ മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? നമ്മളെ ബന്ധപ്പെട്ട ആളുകൾ വരുന്നുണ്ട്. എന്നിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ നിയമപരമായിട്ട് എന്താണോ ചെയ്യേണ്ടത് അങ്ങനെ പോകാൻ തന്നെയാണ് തീരുമാനം. അനാസ്ഥ എന്ന് പറയുന്നത് ആശുപത്രി അധികൃതർ, ഡോക്ടർമാരും നഴ്സുമാരും ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട ഒരു സംവിധാനങ്ങൾ അതിവിടെ വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സെക്യൂരിറ്റിക്കാരടക്കം ഇങ്ങനെ, അത് പൊതുജനങ്ങളാണ്, അവിടെ രോഗികളുടെ കൂടെയുള്ള ആളുകളാണ് ഈ പറഞ്ഞ സംഗതി. അത് തന്നെയാണ് വൃന്ദ ഈ കുടുംബം പറയുന്നത്. പരാതിയുമായി മുന്നോട്ട് പോകും, വലിയ രീതിയിലൊരു വീഴ്ച സംഭവം കൃത്യമായി അന്വേഷിക്കണം എന്നതാണ് ഇവർ പറയുന്ന ഒരു കാര്യം. നമുക്കറിയാം, ഇന്നലെ എല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തും അത് തന്നെയായിരുന്നു. ഈ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഈ രോഗികളെ രക്ഷപ്പെടുത്താനും അല്ലെങ്കിൽ രോഗികളെ മറ്റൊരിടത്തേക്ക് മാറ്റാനെല്ലാം തന്നെ മുൻപന്തിയിലുണ്ടായിരുന്ന ഡോക്ടർമാരും നഴ്സുമാരും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന കൂട്ടിരിപ്പുകാരും മറ്റ് ഈ ആശുപത്രിക്ക് സമീപം ഉണ്ടായിരുന്ന മറ്റ് ആളുകളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ സെക്യൂരിറ്റി, ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ആളുകളൊന്നും തന്നെ ഇതിന് വേണ്ടുന്ന രീതിയിലുള്ളൊരു മുൻകരുതലുകളോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊന്നും തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതടക്കം ഈ ഒരു കുടുംബം ആരോപിക്കുന്നുണ്ട്. ഈ വെന്റിലേറ്ററിൽ നിന്നും ഈ രോഗിയെ മാറ്റിയതാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചത് എന്ന് തന്നെയാണ് ഈ കുടുംബം വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഏതായാലും ഇനി മറ്റു കുടുംബാംഗങ്ങളെല്ലാം എത്തിയതിനു ശേഷം മറ്റു നിയമ നടപടികളുമായ കാര്യങ്ങളെല്ലാം തന്നെ ആലോചിച്ചെടുത്തതിനു ശേഷം മാത്രമായിരിക്കും തീരുമാനിക്കുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. വൃന്ദ, ഇതിൽ ഈ മരിച്ച 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ തുടങ്ങേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ മെഡിക്കൽ ബോർഡ് യോഗം ചേരും. 10:30 തന്നെ ഈ അധികൃതരുടെ മെഡിക്കൽ ബോർഡ് യോഗവും ചേരും അല്ലേ? തീർച്ചയായും ഇന്ന് 10:30 ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ഇന്ന് ചേരുക. ഈ ഒരു യോഗത്തിലായിരിക്കും മറ്റു തീരുമാനങ്ങളെല്ലാം തന്നെ ഉണ്ടാവുക. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ചയാവുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫയർ സേഫ്റ്റി ഉണ്ടാവേണ്ട ഒരു സ്ഥലമാണ്. നമുക്കറിയാം, പഴയ ബ്ലോക്കല്ല, പുതിയ ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മുൻകരുതലുകളും എടുത്ത ശേഷം ഈ തീ പടർന്നു പിടിക്കാനുള്ള എല്ലാ സാഹചര്യവും അല്ലെങ്കിൽ ഈ തീ പടർന്നു പിടിക്കുന്നതിന് മുൻപുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കോൺഗ്രസ് നേതാക്കളടക്കം ഉന്നയിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഈ സംഭവത്തിൽ കൃത്യമായി സമഗ്രമായ ഒരു അന്വേഷണം എന്തായാലും വേണം എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്ന് ഈ മെഡിക്കൽ ബോർഡ് യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ചയാവുക അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നടപടി അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയുക എന്നുള്ളതാണ് നമുക്കിനി അറിയാനുള്ളത്. അതോടൊപ്പം തന്നെ വൃന്ദ ചോദിച്ച
ഈ പോസ്റ്റ്മോർട്ടം നടപടികളാണ്. ഇന്ന് ഈ 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് ആരംഭിക്കും. അതോടൊപ്പം തന്നെ ഈ മരണകാരണം എന്താണ് എന്നുള്ളതിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏകദേശം 11 മണിയോടുകൂടി തന്നെ ഈ 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. വൃന്ദ, അതോടൊപ്പം തന്നെ ഇന്നലെ മുതൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നിലവിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ആയിട്ടുണ്ടോ? നിലവിൽ ഇത് മറ്റേതെങ്കിലും ബ്ലോക്കുകളെ ബാധിച്ചിട്ടുണ്ടോ കാര്യമായി? വൃന്ദ, നിലവിൽ മറ്റ് ബ്ലോക്കുകൾക്കൊന്നും തന്നെ ഇത് കാര്യമായി ബാധിച്ചിട്ടില്ല. ആ ഒരു രീതിയിലാണ് ആശുപത്രി അധികൃതർ ഇതെല്ലാം തന്നെ ഈ ഒരു അവസ്ഥയെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് 4ാമത്തെ ബ്ലോക്കിൽ ഇപ്പോഴും ഈ രോഗികൾ തുടരുന്നുണ്ട്. ഈ രോഗികളെ ഇവിടെ നിന്നും മാറ്റേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഈ പുക ഈ UPS റൂമിൽ നിന്നുള്ള പുക ഈ 4ാമത്തെ ബ്ലോക്കിലേക്കൊന്നും തന്നെ വ്യാപിച്ചിട്ടില്ല. നിലവിൽ 1, 2, 3 ഈ 3 ബ്ലോക്കിലുള്ള ആളുകളെയാണ് നിലവിൽ ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബീച്ച് ആശുപത്രിയിലും ബേബി മെമ്മോറിയൽ ആശുപത്രി, എയിംസ് തുടങ്ങിയ ആശുപത്രികളിലേക്കാണ് ഇവരെ മാറ്റിയിട്ടുള്ളത്. ഇനി ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതുമായി ങ്ങളെല്ലാം തന്നെ മെഡിക്കൽ ബോർഡ് യോഗത്തിലായിരിക്കും തീരുമാനമാവുക. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷോർട്ട് സർക്യൂട്ട് എവിടെ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ ഏത് ഭാഗത്ത് നിന്നാണ്, എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ വലിയ രീതിയിലൊരു വെള്ളം ഈ ആശുപത്രിയിലേക്ക് അടിച്ചതിന് ശേഷവും അതോടൊപ്പം തന്നെ ഈ പുക പുറത്തു പോകാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്നലെ നോക്കിയതിന് ശേഷം മാത്രമായിരുന്നു ഈ ഉണ്ടായിരുന്നു. ഇനി ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഈ ക്രമീകരണങ്ങളെല്ലാം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇനി ഒരു വൈദ്യുതി വീണ്ടും പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ശരി അഭിന.